JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ പരീക്ഷ നാളെ നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statements reflect most accurately what an obiter dictum is? അതായത് താഴെ പറയുന്നവയിൽ താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഈ 4 ഓപ്ഷൻസിനകത്ത് ഒബിറ്റർ ഡക്റ്റം എന്താണെന്ന് ഏറ്റവും കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നത് അതാണ് ചോദിച്ചിട്ടുള്ളത്. Which of the following statements reflect most accurately what an obiter dictum is? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. എ പാസിംഗ് കമന്റ് ഓൺ എ റിലേറ്റഡ് ലീഗൽ ഇഷ്യൂ. എ പാസിംഗ് കമന്റ് ഓൺ എ റിലേറ്റഡ് ലീഗൽ ഇഷ്യൂ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following schools of jurisprudence is related to the idea that law is a product of societal needs and demands? അതായത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് നിയമശാസ്ത്ര വിഭാഗമാണ് നിയമം എന്നത് സാമൂഹിക ആവശ്യങ്ങളുടെയും ഒരു ഉൽപ്പന്നമാണ് എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ലീഗൽ റിയലിസം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ലീഗൽ റിയലിസം. അടുത്ത ക്വസ്റ്റ്യൻ. The golden rule statutory interpretation allows the courts to നിയമപരമായ വ്യാഖ്യാനത്തിന്റെ സുവർണ നിയമം കോടതികൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ അനുവദിക്കുന്നു. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? The golden rule of statutory interpretation allows the courts to ഏതാണ് ശരി ഉത്തരം? ആലോചിച്ച് നോക്കിയോ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. മോഡിഫൈ ദ പ്ലെയിൻ മീനിങ് of statutory words in order to prevent absurd results. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. If a court is bound by the doctrine of stare decisis, the court is most likely to. അതായത് ഒരു കോടതി സ്റ്റെയർ ഡിസീസ് സിദ്ധാന്തത്താൽ ബന്ധിതമാണെങ്കിൽ കോടതി ഏറ്റവും സാധ്യതയുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇഫ് എ കോർട്ട് ഈസ് ബൗണ്ട് ബൈ ദ ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസീസ് ദ കോർട്ട് ഈസ് മോസ്റ്റ് ലൈക്ലി ടു. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ബി ബൗണ്ട് ടു ഫോളോ ഇറ്റ്സ് ഓൺ പ്രീവിയസ് ഡിസിഷൻസ്. Be bound to follow its own previous decisions. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following legal systems relies on the principle of precedence and the decisions of higher courts? അതായത് ഈ താഴെ പറയുന്ന 4 ഓപ്ഷൻ ഉണ്ടല്ലോ. ഈ 4 ഓപ്ഷനിൽ ഏതാണ് മുൻവിധികളുടെയും ഉന്നത കോടതികളുടെ തീരുമാനങ്ങളുടെയും തത്വത്തെ ആശ്രയിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. കോമൺ ലോ ആണ് ശരി ഉത്തരം അല്ലേ. കോമൺ ലോ. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following statements accurately describes legal rights and legal duties? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് നിയമപരമായ അവകാശങ്ങളെയും നിയമപരമായ കടമകളെയും കൃത്യമായി വിവരിക്കുന്നത്?
4 സ്റ്റേറ്റ്മെന്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് അല്ലേ? ലീഗൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ഇന്റർഡിപെൻഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സോറി, ലീഗൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ഇന്റർഡിപെൻഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following does ownership of property most accurately represent? അതായത് ഈ താഴെ പറയുന്ന 4 ഓപ്ഷനിൽ സ്വത്തിന്റെ ഉടമസ്ഥാവകാശം ഏറ്റവും കൃത്യമായി എന്തിനെ പ്രതിനിധീകരിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ? യൂസ് ആൻഡ് possession of property. Use and possession of property. അടുത്ത question. The use of a non-obtained clause in any statute signifies. അതായത് ഏതൊരു നിയമത്തിലും ഒരു നോൺ ഒബ്സ്റ്റന്റ് ക്ലോസ് ഉപയോഗിക്കുന്നത് അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് താഴെ ഉണ്ടല്ലേ? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ? ആൻ എക്സ്പ്ലിസിറ്റ് ഓവർറൈഡ് ഓഫ് കോൺഫ്ലിക്റ്റിംഗ് പ്രൊവിഷൻസ് ഇൻ അതർ ലോസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. When statutes are said to be in pari materia, the court may interpret them. അതായത് ഈ ചട്ടങ്ങൾ പാരിമെറ്റീരിയായി മാത്രമാണ് എന്ന് പറയുമ്പോൾ കോടതിക്ക് അവയെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. When statutes are said to be in pari materia, the court may interpret them. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ? ഹാർമോണിയസ്ലി ആൻഡ് ടുഗദർ. ഹാർമോണിയസ്ലി ആൻഡ് ടുഗദർ. അടുത്ത ക്വസ്റ്റ്യൻ. When interpreting penal statutes, the ejudicum generis is relevant for. അതായത് ഈ ശിക്ഷാ നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ എജുസ് ഡെം ജനറിസ് പ്രസക്തമാണ്. 4 ഓപ്ഷൻസ് താഴെ ഉണ്ടല്ലേ? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ? നാരോയിങ് ദ മീനിങ് ഓഫ് ജനറൽ വേർഡ്സ്. നാരോയിങ് ദ മീനിങ് ഓഫ് ജനറൽ വേർഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. The right to privacy recognized in the Indian Constitution comes under which of the following fundamental rights? അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച സ്വകാര്യതയ്ക്കുള്ള അവകാശം താഴെ പറയുന്നവയിൽ ഏത് അടിസ്ഥാന അവകാശത്തിന്റെ കീഴിലാണ് വരുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ? അതേതാണ് ശരി ഉത്തരം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടീസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following options is not part of the directive principles of state policy? DPSP. അതായത് താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമല്ലാത്തത്? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ? പ്രൊമോഷൻ ഓഫ് സയന്റിഫിക് ടെമ്പർ, ഹ്യൂമാനിറ്റി ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. അടുത്ത ക്വസ്റ്റ്യൻ. The concept of judicial review in India allows for the judiciary to. അതായത് ഈ ഇന്ത്യയിലെ ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ജുഡീഷ്യറിക്ക് ഇനി പറയുന്നവ ചെയ്യാൻ അനുവദിക്കുന്നു. ഏത് ചെയ്യാൻ അനുവദിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ? ടു പ്രൊനൗൺസ് അപ്പോൺ ദ constitutionality of the legislative and executive acts.
അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫേമസ് നവതേജ് സിംഗ് ജോഹാർ വി യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ദ സുപ്രീം കോർട്ട് ഇൻ ഇറ്റ്സ് ജഡ്ജ്മെന്റ്. അതായത് പ്രസിദ്ധമായ നവതേജ് സിംഗ് ജോഹർ യൂണിയൻ ഓഫ് ഇന്ത്യ കേസില് സുപ്രീം കോടതി അതിൻ്റെ വിധിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. ഡിക്രിമിനലൈസ്ഡ് കൺസെൻഷ്വൽ ഹോമോസെക്ഷുവൽ സെക്സ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ആസ് പെർ ദ RTI ആക്ട് 2005, how is disclosing information related to third parties dealt with? അതായത് 2005 RTI നിയമം അനുസരിച്ച് മൂന്നാം കക്ഷികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? 4 ഓപ്ഷൻസ് താഴെ ഉണ്ടല്ലേ. ഏതാണ് ശരി ഉത്തരം എന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം എന്ന്? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഇറ്റ് റിക്വയർസ് പബ്ലിക് അതോറിറ്റീസ് ടു സീക്ക് ദ കൺസെന്റ് ഓഫ് തേർഡ് പാർട്ടീസ് ബിഫോർ ഡിസ്ക്ലോസിംഗ് ഇൻഫർമേഷൻ ഇൻ മോസ്റ്റ് കേസസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്സ് ദ jurisdiction of Lokpal and Lokayukta in India? അതായത് ഈ താഴെ പറയുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ഇന്ത്യയിലെ ലോക്പാലിന്റെയും ലോകായുക്തയുടെയും അധികാര പരിധിയെ കൃത്യമായി വിവരിക്കുന്നത്? ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. അത് ഏതാണ് കൃത്യമായിട്ട് വിവരിക്കുന്നത്? ഓപ്ഷൻ എ ആണല്ലേ. ലോക്പാൽ ഹാസ് jurisdiction over the central government, while Lokayukta has jurisdiction over state governments. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The Administrative Tribunals Act 1985 primarily deals with the adjudication of disputes and complaints related to the service matters of. അതായത് 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് പ്രധാനമായും തർക്കങ്ങളിലുള്ള തീർപ്പ് കൽപ്പനയും സേവന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും കൈകാര്യം ചെയ്യുന്നു. 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഗവൺമെന്റ് എംപ്ലോയീസ്. ഗവൺമെന്റ് എംപ്ലോയീസ്. മാറ്റേഴ്സ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ്. സർവീസ് മാറ്റേഴ്സ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് ഇൻ 2012? അതായത് ഈ 2012 കേരള സംസ്ഥാന സേവനാവകാശ നിയമത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ടു expedite the delivery of services to the citizens. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. In what way does public interest litigation PIL contribute towards judicial activism? അതായത് പൊതു താൽപര്യ ഹർജികൾ ജുഡീഷ്യൽ ആക്ടിവിസത്തിന് എങ്ങനെ സംഭാവന നൽകുന്നു? എങ്ങനെ സംഭാവന നൽകുന്നു? 4 ഓപ്ഷൻസ് താഴെ ഉണ്ടല്ലേ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ബൈ എൻകറേജിങ് പ്രോ ആക്റ്റീവ് ജുഡീഷ്യൽ ഇൻവോൾവ്മെന്റ് ഇൻ പബ്ലിക് മാറ്റേഴ്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡിഫറൻഷിയേറ്റ്സ് പ്രോമിസറി എസ്റ്റോപ്പൽ ഫ്രം ട്രഡീഷണൽ കോൺട്രാക്ട് ലോ? അതായത് പരമ്പരാഗത കരാർ നിയമത്തിൽ നിന്ന് പ്രോമിസറി എസ്റ്റോപ്പലിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. പ്രോമിസറി എസ്റ്റോപ്പൽ ഡസ് നോട്ട് റിക്വയർ കൺസിഡറേഷൻ. അപ്പോൾ
ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.